ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇറ്റലിയിലെ നേപ്പിൾസിലാണ് പിസ്സ തുടക്കം കുറിക്കുന്നത്. ഇറ്റലിയുടെ പൈതൃക വിഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിഭവമാണ് പിസ്സ. വെസൂവിയസ് പർവ്വതത്തിൻ്റെ തെക്ക് അഗ്നിപർവ്വത സമതലങ്ങളിൽ വളരുന്ന തക്കാളിയും പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന മൊസറെല്ല ഡി ബുഫല്ല കബാന അല്ലെങ്കിൽ ഫിയോ ഡി ലാറ്റോ ഡി എഗറോള എന്നീ വിഭാഗത്തിൽപ്പെടുന്ന ചീസുകളെല്ലാം ചേർത്താണ് പിസ്സ ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള മഷ്റൂം ചിക്കൻ പിസ്സയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ ഈ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഇതിനായി 400 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ബോൺലെസ് ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും പിന്നെ പാകത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത ശേഷം 15 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കുക. 15 മിനിറ്റിന് ശേഷം എണ്ണയിൽ ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് വറുത്ത് കോരുക. ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്തെടുക്കരുത്, ഇത് ജ്യൂസി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേസ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ 320 ml വെള്ളം എടുക്കുക. ചൂടുവെള്ളമല്ല കേട്ടോ, നോർമൽ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 20 ഗ്രാം ഓയിലും 20 ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്ത ശേഷം നന്നായി ഇളക്കി പഞ്ചസാര മുഴുവനും അലിയിച്ചെടുത്ത് മാറ്റിവെക്കണം. ഡോ റെഡിയാക്കുന്നതിനായി ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ച് നീഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. കൗണ്ടർ ടോപ്പ് നന്നായി ക്ലീൻ ചെയ്ത ശേഷം 1/2 കിലോ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കുഴി പോലെ ആക്കിയ ശേഷം ഇതിലേക്ക് 35 ഗ്രാം മിൽക്ക് പൗഡറും 12 ഗ്രാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. 10 ഗ്രാം ഉപ്പ് കൂടെ ചേർത്ത് 2 കൈയും ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയ ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള 320 ml വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഒറ്റയടിക്ക് ഈ വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായി വേണം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. 320 ml വെള്ളം ഈ പിസ്സ ഡോയ്ക്ക് കറക്റ്റാണ്, ഇതിൽ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. ഇതുപോലുള്ളൊരു ബെഞ്ച് സ്ക്രേപ്പർ യൂസ് ചെയ്യുന്നത് കുഴച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഡോ ആദ്യം നല്ല സ്റ്റിക്കി ആയിരിക്കും, പക്ഷേ 3 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കുക, എങ്കിൽ മാത്രമേ ഇത് നല്ല സോഫ്റ്റായി വരികയുള്ളൂ. ഇതൊരു ബോൾ ഷേപ്പിൽ ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ സ്ട്രെച്ച് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നീഡ് ചെയ്തെടുക്കണം. കൈപ്പത്തിയുടെ ഈ ഭാഗം വെച്ചായിരിക്കണം സ്ട്രെച്ച് ചെയ്യേണ്ടത്. കുഴയ്ക്കുമ്പോൾ കുറേശ്ശെ മൈദ തൂക്കിക്കൊടുത്ത ശേഷം സ്ട്രെച്ച് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക. കൗണ്ടർ ടോപ്പിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുത്ത ശേഷം മാവിലേക്ക് 50 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ സെൻറ്ററിലായി വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് മൈദ കൂടെ കൗണ്ടർ ടോപ്പിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം സ്ട്രെച്ച് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റോളം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് ഡോ നല്ല സോഫ്റ്റായി കിട്ടുന്നതാണ്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല റൗണ്ട് ഫോമിൽ തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കുക. ഈ ഡോയുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 954 ഗ്രാമാണ്. ഇത് ഞാൻ 318 ഗ്രാമിൻ്റെ 3 ബോൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡോയും ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത ശേഷം റൗണ്ടായി ഷേപ്പ് ചെയ്തെടുക്കുക. പിസ്സയുടെ സോഫ്റ്റ്നെസ് ആൻഡ് ഫ്ലഫിനെസ്സും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ പെർഫെക്റ്റ് ബ്ലെൻഡിങ്ങിലാണ്. ഫസ്റ്റ് പ്രൂഫിങ്ങിന് വേണ്ടി ഷേപ്പ് ചെയ്ത ഓരോ ബോൾസും ഓയിൽ ബ്രഷ് ചെയ്ത 3 ബൗൾസിലേക്കാക്കി ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ മൂടി 1 മണിക്കൂർ വെക്കുക. 3 10 സൈസിലുള്ള പിസ്സയ്ക്കുള്ള ഡോ ആണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിൽ നിന്നും ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് പിസ്സയുടെ ടോപ്പിങ്ങിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. ചെറിയ സൈസിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 ക്യാപ്സിക്കം, 3-4 ടേബിൾ സ്പൂൺ ബ്ലാക്ക് ഒലീവ്സ്, 1/2 സവാള ചെറുതായി നീളത്തിലരിഞ്ഞത്, 1 തക്കാളി വട്ടത്തിലരിഞ്ഞത്. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി, ഞാനിവിടെ ചേർക്കുന്നില്ല. പിന്നെ വേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും 8 ബ്രൗൺ മഷ്റൂംസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് പിസ്സ സോസും ബേസിലും ഒറിഗാനോയും ബ്രഷ് ചെയ്യാനായി കുറച്ച് ബട്ടറും മൊസറെല്ല ചീസുമാണ്. 1 മണിക്കൂറിന് ശേഷം ഡോ എല്ലാം നല്ല ഡബിൾ സൈസിലായി കിട്ടിയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത ശേഷം ഡോ അതിലേക്ക് ഇടുക. എന്നിട്ട് സൈഡ്സിൽ നിന്നും സെൻറ്ററിലേക്ക് സ്റ്റഫ് ചെയ്ത് മറിച്ചിടുക.
അധികം പ്രസ് ചെയ്ത് ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എയർ കളയാൻ നോക്കരുത് കേട്ടോ. പൊടി നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഡോ സെൻറ്ററിൽ വെച്ച് ഒരു റോളർ കൊണ്ട് 10 ഇഞ്ച് സൈസിലുള്ള റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുപോലുള്ളൊരു റൗണ്ട് സർഫസിലേക്കാണ് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്സ ബേസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ ചെയ്ത ശേഷം എല്ലാ ഭാഗത്തേക്കും പിസ്സ ബേസ് ഇതുപോലെ ഒന്ന് വലിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം തൊട്ട് ബേസിൻ്റെ അരികുകളെല്ലാനും ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇത് ഫോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഇനി ഒരു ഫോക്ക് കൊണ്ട് ഉൾഭാഗം മുഴുവനും പ്രിക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ചീസിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചീസിന് മുകളിലായി ചിക്കൻ നിരത്തി കൊടുക്കുക. അതിനുശേഷം സവാള അരിഞ്ഞതും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂംസും കുറച്ചുകൂടി ചീസും പിന്നെ ഫൈനലി ബ്ലാക്ക് ഒലീവ്സും നിരത്തി കൊടുത്ത് 5 മിനിറ്റ് സെക്കൻഡ് പ്രൂഫിങ്ങിനായി മാറ്റിവെക്കുക. ഇനി ചീസിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയും താല്പര്യമില്ലാത്തവർക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 10 ഇഞ്ച് പാനിലേക്ക് ബേസ് മാറ്റി അതിൻ്റെ സൈഡ്സ് എല്ലാം വെള്ളം തൊട്ട് ഒട്ടിച്ച ശേഷം പ്രിക്ക് ചെയ്ത് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് ചിക്കൻ, സവാള, ക്യാപ്സിക്കം, മഷ്റൂം എന്നിവ നിരത്തി കൊടുത്ത ശേഷം ലാസ്റ്റായിട്ട് മാത്രം മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായി ഒലീവ്സ് നിരത്തി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കുക. ലാസ്റ്റ് പിസ്സ ഒരു സ്ക്വയർ ട്രേയിലാണ് ബേക്ക് ചെയ്യുന്നത്. ഈ 3 പിസ്സയും 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്തിറക്കിയ ശേഷം ഉടനെ തന്നെ കൂൾ ചെയ്യുന്നതിനായി ഒരു വയറാക്കിലേക്ക് നിർബന്ധമായി മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ പിസ്സയുടെ അടിയിൽ വേപ്പർ ഫോം ചെയ്യുകയും സോഗി ആവുകയും ചെയ്യും. ഇനി ഈ ചൂടിൽ തന്നെ ഇതിൻ്റെ സൈഡ്സിലൊക്കെ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒറിഗാനോയും ബേസിലും ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ 10 ഇഞ്ച് സൈസിലുള്ള 3 സെറ്റ് പിസ്സയും റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ചൂടോടുകൂടി കട്ട് ചെയ്യുമ്പോഴാണ് ചീസൊക്കെ നന്നായി വലിഞ്ഞു വരികയുള്ളൂ. ഇതിപ്പോൾ ഒന്ന് കൂളായ ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ വളരെ സോഫ്റ്റും ഫ്ലേവർഫുള്ളും ടേസ്റ്റിയുമായിട്ടുള്ള മഷ്റൂം ചിക്കൻ പിസ്സ റെഡിയാണ്. ഇതിൻ്റെ ക്രസ്റ്റ് കണ്ടോ, വളരെ തിന്നും സോഫ്റ്റുമാണ്. ടേസ്റ്റിലൊട്ടും കോംപ്രമൈസ് ചെയ്യാതെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പിസ്സ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇത് ഉണ്ടാക്കുമെന്നുള്ളത് ഗ്യാരണ്ടി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. കൂടെ തന്നെ കഴിയുമെങ്കിൽ ബോർമ ഫ്രഷിൻ്റെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.